അല്ല ചേട്ടാ, ഇപ്പോഴും ആ യക്ഷിണി ആണുങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി കൊല്ലാറുണ്ടോ? ആദിത്യന്റെ ചോദ്യം കേട്ട ഓട്ടോ ഡ്രൈവർ ഒന്ന് പുഞ്ചിരിക്കും. ആദിത്യൻ 13 വർഷങ്ങൾക്ക് ശേഷമാണ് മാണിക്യമംഗലം മനയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇല്ല സാറേ, ഇപ്പൊ യക്ഷിണിയുടെ ശല്യമില്ല. 13 വർഷങ്ങൾക്ക് മുൻപ് മനയിലെ എഴുത്തുകാരൻ അദ്ദേഹമായിരുന്നു അവളുടെ അവസാനത്തെ ഇര. അയാളുടെ ശവശരീരം പോലും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ചേട്ടൻ പറയുന്ന ആ എഴുത്തുകാരനുണ്ടല്ലോ, അദ്ദേഹം എൻ്റെ അച്ഛനായിരുന്നു. അപ്പൊ നിങ്ങൾ ആ എഴുത്തുകാരന്റെ മകനായിരുന്നു? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ മകൻ ആദിത്യനാണ്. അല്ല, ആ യക്ഷിണി എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നിട്ട് മതിയാക്കിയത്? നാട്ടുകാർ പറയുന്നത് അവളുടെ മോഹം എഴുത്തുകാരനെ ഭോഗിച്ചതിലൂടെ അടങ്ങിയെന്നാണ്. അവളുടെ മോഹം അടങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ എൻ്റെ അച്ഛനെ കൊന്നത്? ഞാൻ കേട്ടത് ഭോഗിച്ച ശേഷം യക്ഷിണി അവളുടെ ഇരയുടെ മൊത്ത രക്തവും ഊറ്റിക്കുടിക്കുന്ന. പിന്നെ എങ്ങനെയാ എൻ്റെ അച്ഛൻ്റെ രക്തം മുറിയിൽ ചിതറിക്കിടന്നത്? യക്ഷിണി എന്താ അദ്ദേഹത്തിന്റെ രക്തം കുടിക്കാത്തത്? അറിയില്ല സാറേ, നിങ്ങൾ